നമസ്കാരം, എല്ലാവർക്കും സ്പേസ് ഗ്രേ ഡാറ്റ ആൻഡ് ഡിസൈൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രോഹിത് രാജൻ. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് കളർ എന്നുള്ളതാണ്. അപ്പോൾ കളറിനെ കോയിൻ ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ലൈറ്റ്. കളർ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റ് എന്താണെന്ന് അറിയണം. ആദ്യം നമുക്ക് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ, എന്താണ് കളറും ലൈറ്റും. അപ്പോൾ നമ്മൾ സാധാ കാണുന്ന ഈ ബാഹ്യമായിട്ടുള്ള ലോകത്തിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും അതിന് തനതായിട്ടൊരു കളറല്ല. ഇപ്പോൾ നമ്മളൊരു വസ്തുവിനെ ചുമപ്പായിട്ട് കാണുകയാണ്, അല്ലെങ്കിൽ നീലയായിട്ട് കാണുകയാണ്, പച്ചയായിട്ട് കാണുകയാണ്, അതിൻ്റെ തനതായിട്ടുള്ള അത് കളറല്ല. ഈ കളേഴ്സ് എല്ലാം ലൈറ്റിൽ എംബഡഡാണ്. ലൈറ്റാണ് നമ്മൾ വിസിബിളായിട്ട് കാണുന്ന എല്ലാ കളേഴ്സിൻ്റെയും സോഴ്സ്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ലൈറ്റ് എന്നുള്ളതാണ്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ലൈറ്റിനെ പാർട്ടിക്കിളായിട്ടും വേവ്സായിട്ടും കരുതുന്നുണ്ട്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സായിട്ട് നമ്മൾ കരുതുമ്പോൾ അതിന് പല വേവ് ലെങ്തുകളുണ്ട്. ഇപ്പം ലൈറ്റിനാണെന്നുണ്ടെങ്കിൽ ഹയർ വേവ് ലെങ്തുള്ള ലൈറ്റുണ്ട്, ലോവർ വേവ് ലെങ്തുള്ള ലൈറ്റുണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ഏറ്റവും എനർജി കൂടിയ ലൈറ്റ് അതാണ് വയലറ്റ്. ഈ എനർജി കൂടിയത് എന്നുദ്ദേശിക്കുന്നത് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റ്. ഇത് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചുമപ്പ് ലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫോട്ടോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും, പക്ഷേ അതിന് എനർജി വളരെ കുറവായിരിക്കും. ആ ഒരു ലൈറ്റ്, ആ ഒരു ഫോട്ടോൺ ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ പതിക്കുമ്പോൾ ആ ഒരു വസ്തു പല ലൈറ്റിനെയും അബ്സോർബ് ചെയ്യും. ആ അബ്സോർബ് ചെയ്യാത്ത ലൈറ്റാണ് നമ്മൾ കളേഴ്സായിട്ട് കാണുന്നത്. ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ പ്രതലത്തിൽ ചുമപ്പ് ലൈറ്റ് വന്ന് പതിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ ഇലക്ട്രോണിൻ്റെ കോൺഫിഗറേഷൻ അനുസരിച്ച്, ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നിർണ്ണയിക്കുന്നത് മോളിക്യൂൾസാണ്. മോളിക്യൂൾസിൻ്റെ ബോണ്ടിങ് ആണ്. മോളിക്യൂൾസിലുള്ളതാണ് ആറ്റം, ആറ്റത്തിലുള്ളതാണ് ഇലക്ട്രോൺ. അപ്പോൾ ഈ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അനുസരിച്ചാണ് ഇത് ഏത് തരം കളേഴ്സ് പുറപ്പെടുവിക്കുന്നു എന്ന് നിർണ്ണയിക്കപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ലൈറ്റ്, ഇപ്പോൾ റെഡ് ലൈറ്റിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് കൂടിയത്. അപ്പോൾ വേവ് ലെങ്ത് കൂടിയ ലൈറ്റ് റെഡാണ്. വയലറ്റാണ് ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ലൈറ്റ്. അപ്പോൾ ഈ വേവ് ലെങ്ത് ഏറ്റവും കൂടിയതിന് എനർജി കുറവായിരിക്കും, എനർജി ലോ ആയിരിക്കും. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞതിന് എനർജി കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഈ ഇലക്ട്രോൺ, ഇപ്പോൾ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ, ടെക്സ്ചറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ നമ്മൾ ഇലക്ട്രോൺ കോൺഫിഗറേഷനെ പറ്റി പഠിച്ചു. അതായത് ഒരു മോളിക്യൂളിനകത്ത് ആറ്റമുണ്ട്, ആറ്റത്തിനകത്ത് ഇലക്ട്രോണുണ്ട്, പ്രോട്ടോണുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിന് ഉള്ളിൽ വരുന്നതാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും. അപ്പോൾ ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ട്. അതിന് ചുറ്റുമാണ് ഇലക്ട്രോൺ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇതിനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയുന്നത്. ഈ ഒരു ലെയറിനെയാണ് നമ്മൾ ഷെല്ലെന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഒരു മരത്തിൻ്റെ ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കുക. ഒരു മരം.
അപ്പോൾ സാധാ സൂര്യപ്രകാശത്തിൽ എല്ലാ കളേഴ്സും ഉണ്ട്. റെഡ് മുതൽ വയലറ്റ് വരെയുള്ള എല്ലാ കളേഴ്സും ഉണ്ട്. ഈ സൂര്യപ്രകാശം ഇങ്ങോട്ട് വീഴുകയാണ്, ഈ ഒരു ഒബ്ജക്റ്റിൽ ഇങ്ങനെ പതിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ളിലുള്ള ഈ ഒരു സംഭവം, ഇതിനകത്ത് ഇതിൻ്റെ ഏറ്റവും ബാഹ്യമായിട്ടുള്ള ഈ ലെയറിൽ ആറ്റംസ് ഉണ്ട്. ആറ്റംസിനകത്ത് ആണ് ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്ടോണും വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലൈസ് എടുക്കാം. ഈ സ്ലൈസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നെടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രോൺസ് ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ സർഫസിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു റെഡ് ലൈറ്റ് വന്ന് വീഴുകയാണ്. ഓക്കെ, അപ്പോൾ റെഡ് ലൈറ്റ് വന്ന് വീഴുമ്പോൾ ഈ ഇലക്ട്രോൺസിന് എക്സൈറ്റ് ആവും. ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനർജിയാണ്, എനർജി പാക്കറ്റ്സാണ് ലൈറ്റ്. അപ്പോൾ ഈ ഏറ്റവും ഈ ഇലക്ട്രോണിൻ്റെ ഈ ഷെല്ലുകളിലുള്ള ഈ ആറ്റത്തിൻ്റെ ഈ ആറ്റത്തിൻ്റെ ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. അപ്പോൾ അത് ഉള്ളിലേക്ക് വലിഞ്ഞ് ആ ലൈറ്റ് അബ്സോർബ് ചെയ്യും. അപ്പം ഫുള്ളായിട്ട് ഈ ചുമപ്പ് വെളിച്ചം ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ ഈ ഇലക്ട്രോൺ ഇവിടെയാണ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ലൈറ്റ് വന്ന് പതിച്ചു, അത് എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോൺ ഇങ്ങനെ പുറകിലോട്ട് മാറി ഇങ്ങനെ ആ എനർജിയെ ഡിസിപ്പേറ്റ് ചെയ്യും, അതിന് എനർജി ഇല്ലാതാക്കും. ആ ഇല്ലാതാക്കി കഴിഞ്ഞ് വീണ്ടും ഇത് തിരിച്ച് റീബൗണ്ട് ചെയ്ത് അതേ പൊസിഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ ഈ ചുമപ്പ് ലൈറ്റ് ഇല്ലാതാവുകയാണ് അവിടെ ചെയ്യുന്നത്. പിന്നെ അത് എമിറ്റ് ചെയ്യുന്നത് ഗ്രീൻ ലൈറ്റാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു വസ്തുവിനെ ഗ്രീനായിട്ട് കാണുന്നത്. അതാണ് ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിവിടെ നോക്കുക, നമ്മളിങ്ങനെ ഷെല്ലിൽ നോക്കിക്കഴിയുമ്പോൾ ഇത് വേവ്സായിട്ടാണ് ഈ ഒരു സംഭവം ഇലക്ട്രോൺ. ഇതിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. നമുക്കൊരു ലൈനായിട്ട് റെപ്രസെൻറ്റ് ചെയ്ത് ഇത് എക്സൈറ്റഡായി ഇങ്ങനെ ഒരു വേവ് ഫോമിലാവും. എന്നിട്ട് റീബൗണ്ട് ചെയ്ത് സ്ട്രെയിറ്റ് ആവും. അപ്പോൾ ആ എക്സൈറ്റ് ആയി കഴിയുമ്പോൾ എക്സൈറ്റ് ആവുന്നത് ഈ ലൈറ്റിനെ ഡിസിപ്പേറ്റ് ചെയ്ത് ഇല്ലാതാക്കാനാണ്. അബ്സോർബ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതില്ലാതാക്കിയാണ് ചെയ്യുന്നത്. ആ ചുമപ്പ് ലൈറ്റിനെ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. അതായത് എനർജി വരുന്നു, എനർജി ഒരു സംഭവത്തിനെ മൂവ് ചെയ്യിക്കുന്നു, അതായത് ഇലക്ട്രോണിനെ മൂവ് ചെയ്യിക്കുന്നു, ആ എനർജി ഇല്ലാതാവുന്നു. അങ്ങനെയാണ്. അപ്പോൾ ചുമപ്പ് ലൈറ്റിൻ്റെ എനർജി ഇല്ലാതാവും, ചുമപ്പ് ലൈറ്റ് ഇല്ലാതാവും. അങ്ങനെയാണ് നമുക്ക് പച്ച ലൈറ്റ് ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രദേശത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൽ കാണുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സംഭവങ്ങളും 3 ഘടകങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഒന്ന് എനർജി, ഒന്ന് ഇൻഫർമേഷൻ, ഒന്ന് മാറ്റർ. ഈ ലൈറ്റ് എന്ന് പറയുന്നത് മെയിൻലി ഉണ്ടാക്കിയിരിക്കുന്നത് ലൈറ്റിനകത്ത് ഫോട്ടോൺ, എനർജിയും ഇൻഫർമേഷനും കൊണ്ടാണ്. മാറ്ററാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അപ്പം എനർജിയും ഇൻഫർമേഷനും ഈ മാറ്ററായിട്ടുള്ള ഇലക്ട്രോണിനെ ചലിപ്പിക്കും. അപ്പോൾ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്ത് ആ മൂവ്മെൻറ്റ് ഇല്ലാതാക്കും. അങ്ങനെയാണ് ആ ഒരു ഫോട്ടോണിൻ്റെ ശക്തി കുറയ്ക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിപ്പോൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ താഴെ കിടന്ന ലിങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി അടുത്ത തവണ. നന്ദി, നമസ്കാരം.